സംസ്ഥാന കോൺഗ്രസിൽ പുതിയ നേതൃത്വം ചുമതലയേറ്റിട്ടും പാളയത്തിൽ പടയ്ക്ക് വിരാമമില്ല. കൊമ്പുകോർക്കൽ കഴിഞ്ഞിട്ട് മറ്റൊന്നിനും നേരമില്ല. കോൺഗ്രസുകാർ പരസ്പരം വാളോങ്ങുമ്പോൾ ജനവിരുദ്ധ പിണറായി സർക്കാർ മൂന്നാം മൂഴം സ്വപ്നം കണ്ട് തന്ത്രങ്ങൾ മെനയുന്നു. BJP ആകട്ടെ സിന്ദൂറിന്റെ ചിറകിൽ പറന്നുയരാനുള്ള ശ്രമവും. എന്നാൽ മുൻ KPCC പ്രസിഡന്റ് K. സുധാകരന്റെ മുറുമുറുപ്പ് പരിഹരിച്ച് വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ തലമുറ മാറ്റത്തിന്റെ ഗുണം പ്രയോജനപ്പെടുത്താനാവില്ല. കേരളത്തിലെ കോൺഗ്രസിന്റെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായാണ് മുൻനിര നേതാക്കളെ മാറ്റി നിർത്തിയൊരു പുനഃസംഘടന. ഒരു പരിധിവരെ ഗ്രൂപ്പ് വീതം വയ്ക്കൽ ഇല്ലാതായി. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരായി PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിലും UDF കൺവീനറായി അടൂർ പ്രകാശും സ്ഥാനമേറ്റതോടെ എല്ലാ വിഭാഗക്കാർക്കും അർഹമായ പ്രാതിനിധ്യമായി. ചെറുപ്പക്കാരുടെ നേതൃനിരയും ശക്തമായി. കാര്യശേഷിയുള്ളവരാണ് നേതൃനിരയിലേക്ക് ഉയർന്നു വരുന്നതെന്നതിൽ സംശയമില്ല. ഇനി വേണ്ടത് സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകളിലുള്ള പ്രതിപക്ഷത്തിന്റെ ശക്തമായ ഇടപെടലാണ്. അതിന് UDFനെ കർമ്മനിരതമാക്കേണ്ട ചുമതല കോൺഗ്രസിനാണ്. പുതിയ സംസ്ഥാന ഘടകത്തിൽ അടിമുടി എല്ലാ തലത്തിലും അഴിച്ചുപണി ഉടനെ ഉണ്ടായാലേ കോൺഗ്രസ് സംഘടനാ സംവിധാനം ശക്തിപ്പെടൂ എന്ന് നേതാക്കൾ തുറന്നു പറയുന്നു. വാർഡ്, മണ്ഡലം, ബ്ലോക്ക്, DCC തലങ്ങളിലും അടിയന്തരമായി മാറ്റമുണ്ടായാലേ പാർട്ടി സംവിധാനം കാര്യക്ഷമമാകൂ. കോൺഗ്രസിന് പുതിയ നേതൃത്വമായ സാഹചര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ സമയം കളയാതെ വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുള്ള സീനിയർ കോൺഗ്രസ് നേതാവ് പ്രൊഫസർ G. ബാലചന്ദ്രന്റെ കുറിപ്പ് ഏറെ ശ്രദ്ധേയമാണ്. അതിങ്ങനെ: പുറത്തു നിൽക്കുന്ന മുതിർന്ന നേതാക്കൾക്ക് എന്തെല്ലാം സ്ഥാനമാനങ്ങളാണ് പാർട്ടി നൽകിയത്. ഇനി ഊർജ്ജസ്വലരായ പ്രവർത്തകർക്ക് അവസരം നൽകണം. ഗ്രൂപ്പിന്റെ പിടിവലിയിൽ പാർട്ടിയുടെ ചലനം ഉടക്കി നിൽക്കരുത്. ചുരുങ്ങിയ സമയത്തിനകം എത്രയോ കാര്യങ്ങളാണ് ചെയ്തു തീർക്കാൻ ഉള്ളത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൽ തുടങ്ങി പാർട്ടിയുടെ വാർഡ് തലം മുതൽ KPCC വരെ പുനഃസംഘടന അനിവാര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബൂത്ത് കമ്മിറ്റികളെക്കാൾ ഫലപ്രദം വാർഡ് കമ്മിറ്റികളാണ്. തെരഞ്ഞെടുപ്പിനുള്ള മണി മുഴങ്ങി. വാർഡ് കമ്മിറ്റികൾ കൂടി ഭൂരിപക്ഷം നോക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണം. അവർക്ക് ആളും അർത്ഥവും നേതൃത്വവും കൊടുക്കണം. അതോടൊപ്പം ബൂത്ത് കമ്മിറ്റികളും സജീവമാക്കണം. അതാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രധാനം. ഓരോ വാർഡിനും ഓരോ പ്രകടന പത്രിക തയ്യാറാക്കണം. KPCC, DCC, മണ്ഡലം കമ്മിറ്റികൾ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലല്ല, യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വേണം പുനഃസംഘടിപ്പിക്കാൻ. ചില അഴകിയ രാവണന്മാർ മെയ്യനങ്ങാതെ ഓരോ നേതാക്കളുടെയും വാലുകളായി സ്ഥാനമാനങ്ങളിൽ അനങ്ങാപ്പാറകളായി കാലങ്ങളായി ഇരിക്കുന്നു. അവരോടൊപ്പം നാലാൾ പോലുമില്ല. പ്രവർത്തനം സംഘടിപ്പിക്കുവാനുള്ള പാഠവും ഇല്ല. അവരെ മാറ്റി പ്രതിഷ്ഠിക്കണം. പുതുതായി വന്ന 5 പേരുടെ ടീം പ്രവർത്തകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുമെന്നാണ് എന്റെ അഭിപ്രായം. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും അവർക്ക് അതിനുള്ള അധികാരവും നൽകിയിട്ടുണ്ട്. ഇനി 5 പേരുടെ നേതൃത്വത്തിൽ 5 മേഖലകളിൽ റാലികൾ സംഘടിപ്പിക്കണമെന്ന് G. ബാലചന്ദ്രൻ പറയുന്നു. അദ്ദേഹം ഇങ്ങനെ തുടരുന്നു: സംസ്ഥാന സർക്കാരിനെതിരായ ഒരു കുറ്റപത്രം തയ്യാറാക്കി അച്ചടിച്ച് വീട് വീടാന്തരം എത്തിക്കുകയും പ്രവർത്തന ഫണ്ടിലേക്ക് സംഭാവനകൾ സ്വീകരിക്കുകയും ചെയ്യാം. നേതാക്കളുടെ തോന്നിയാസ പ്രസ്താവനകൾക്ക് വിലക്കേർപ്പെടുത്തണം. ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് മാധ്യമങ്ങളാണ്. മൈക്കും നീട്ടിപ്പിടിച്ച് നേതാക്കന്മാരുടെ പിന്നാലെ കൂടുന്ന മാധ്യമങ്ങളെ കണ്ട് ആവേശം പൂണ്ട് വകതിരിവില്ലാതെ എന്തെങ്കിലും പറയും. അത് അവർ വാർത്തയാക്കും. അതാവും പിന്നത്തെ അന്തിച്ചർച്ചയും വിശകലനവും. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒട്ടേറെ ക്ലേശവും അവഗണനയും അപമാനവും ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് G. ബാലചന്ദ്രൻ പറയുന്നു. പാർട്ടി എനിക്ക് പല സ്ഥാനമാനങ്ങളും നൽകി. അതിന്റെ വെളിച്ചത്തിലാണ് പുതിയ തലമുറയ്ക്ക് ഞാൻ വഴിമാറിക്കൊടുത്തത്. അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ചേക്കേറാനല്ല, വെറും അംഗമായി കോൺഗ്രസിൽ തുടരാനാണ് എന്റെ തീരുമാനം. പാർട്ടിയുടെ ഭാവിക്ക് അടുത്ത 1 വർഷം അതിപ്രധാനമാണ്. ഓരോ കരുനീക്കങ്ങളും ബുദ്ധിപൂർവം ആയിരിക്കണം. 3 മുന്നണികൾ വ്യത്യസ്തമായി മത്സരിക്കുന്നു. ഈ സുവർണാവസരം കൈവിട്ടു പോയാൽ പിന്നെ കോൺഗ്രസ് രക്ഷപ്പെടുകയില്ല. ഇപ്പോൾ തന്നെ മുസ്ലിം, ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. പാർട്ടി പ്രവർത്തകർക്ക് സ്റ്റഡി ക്ലാസുകൾ കൊടുത്ത് പ്രബുദ്ധരാക്കണം. വനിതകൾക്ക് വലിയ പ്രസക്തിയുള്ള കാലമാണ്. കഴിവുള്ളവരെ നോക്കി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. പ്രവർത്തകർ ജനങ്ങളുടെ സേവകരാകണം. നാടിന്റെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടണം. ഖദർ ഉടയാതെ തൻപ്രമാണിത്തം കാണിച്ച് ഫോട്ടോയിലും വീഡിയോയിലും തിക്കിത്തിരക്കുന്നത് ഭൂഷണമല്ല. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ജനകീയ ശൈലി സ്വീകരിക്കാൻ പ്രവർത്തകരെ പരിശീലിപ്പിക്കണം. പാർട്ടിയാണ് സർവപ്രധാനം. പാർട്ടിയുണ്ടെങ്കിലേ നേതാക്കളുള്ളൂ. പാർട്ടിയുണ്ടെങ്കിലേ ഭരണത്തിലേറാനും കഴിയൂ.
കോൺഗ്രസ് ദുർബലമായാൽ ഘടകകക്ഷികൾ നമ്മെ വിട്ടുപോകും. വിജയിച്ചു കയറാൻ ഐക്യവും ദൃഢനിശ്ചയവും ഭഗീരഥ പ്രയത്നവും അനിവാര്യമാണ്. അരനൂറ്റാണ്ട് കാലത്തെ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ നിർദ്ദേശങ്ങൾ ഒരു മാർഗരേഖയെന്ന പോലെ തുറന്നെഴുതുന്നതെന്ന് പ്രൊഫസർ ജി ബാലചന്ദ്രൻ വ്യക്തമാക്കുന്നു.